കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ആരാധനയും നമ്മുടെ സൃഷ്ടാവിനുമായ കർത്താവിനെ ഒരിക്കൽ കൂടെ ആത്മാവസരത്തിലും ആരാധിപ്പാൻ തക്കവണ്ണം സർവസ്ത്രഭാരവുമായ ദൈവം നൽകിയ നല്ല അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയ ദൈവങ്ങൾക്കും വിശേഷ കർത്താവിന്റെ ശ്രേഷ്ഠദാസനും വീണ്ടും നസനായ യേശുക്രിസ്തുവിന്റെ നാമത്തിന്റെ സ്നേഹം നമുക്ക് അറിയിച്ചു കൊള്ളുകയാണ്. ജീവിതത്തിൽ നമ്മെ ദൈവം എത്രത്തോളം ഐശ്വര്യമായി അനുഗ്രഹിച്ച് വഴി നടത്തുന്ന അവിടുത്തെ വിശ്വസ്തത എത്ര വലുതാണ് എന്ന് നമുക്ക് പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ കാണുവാൻ കഴിയും. നമ്മൾ ചിന്തിക്കാത്തതും നമ്മൾ ഒരിക്കലും വിചാരിക്കാത്തതുമായ നിലകളിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ വഴി നടത്തുന്നല്ലോ. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ കണ്ടില്ലായിരുന്നെങ്കിൽ, ദൈവത്തിന്റെ സ്നേഹം നമ്മെ തേടി വന്നില്ലായിരുന്നെങ്കിൽ നമുക്കാർക്കും ഈ നന്മയുടെ ഈ സന്തോഷത്തിന്റെ അനുഭവത്തിൽ എത്തുവാൻ കഴിയുമായിരുന്നില്ല. ഈ ലോകത്തിന്റെ ഏതെങ്കിലും അഴിച്ചാലും അവസാനിക്കേണ്ടതായ നമ്മെ കർത്താവിന്റെ സ്നേഹം തേടി വന്ന് ആ നിലയിൽ നിന്നും നിലവാരങ്ങളിൽ നിന്ന് കർത്താവ് മാറ്റിയത് ദൈവത്തെ ശ്രദ്ധിക്കുന്നു. ദൈവത്തിന്റെ കൃപയാൽ എനിക്കും ഈ രാജ്യത്തെ കടന്നു വരുവാൻ നിങ്ങളുമായി ഒരു അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മ സംബന്ധിപ്പാൻ തക്കണം ദൈവം നൽകിയ അവസരത്തിനായി സ്തോത്രം ചെയ്യാൻ കഴിഞ്ഞ 2 ദിവസങ്ങളിലെ ശുശ്രൂഷകളോടൊപ്പം കർത്താവിനെയും സഹായിച്ചു. സ്തോത്രം. എറണാകുളത്ത് ഇന്ത്യൻ പെന്തക്കോസ്തേ സഭയുടെ എറണാകുളം സെന്ററിലെ വൈപ്പിൻ ഞാൻ എന്ന സ്ഥലത്ത് കർത്താവിന്റെ വേലയിൽ ഞാനായിരിക്കുന്നു. പ്രിയന്റെ ഫാദറും ഞങ്ങളൊക്കെ ഒരുമിച്ച് എറണാകുളത്ത് കർത്താവിന്റെ മോത്തിന്റെ വേലയിലായിരിക്കുകയാണ്. സാറിനൊക്കെയും അവർ ഇരുമനത്തുള്ള വീട്ടിലൊക്കെയും ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് വീട്ടിലുള്ളതൊക്കെ ഞാൻ ഇപ്പോൾ ഓർക്കുന്നു. ഇവിടെ വന്നപ്പോൾ കാണുവാൻ കഴിഞ്ഞതിൽ പരിചയപ്പെട്ടതിലുള്ള സന്തോഷമുണ്ട്. ഈ രാജ്യത്ത് അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ കർത്താവിന്റെ ദാസനെ ഇവിടെ കൊണ്ടുവന്ന് സൂചിപ്പിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ആത്മീയ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. ഈ രാജ്യത്ത് ഇപ്രകാരം ഒരു മനോഹരമായ ഒരു ആരാധനാലയം സ്വന്തം നിലയിൽ വാങ്ങി അത് കർത്താനാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ തക്കണം ദൈവം വേണ്ട വഴിവാതിലുകൾ പിന്നിൽ തുറന്ന് ഇവരെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ വേഗത്തിൽ 1-2 വേദഭാഗത്തിലേക്ക് കടന്നു പോകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വളരെ വേഗത്തിൽ ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 19-ാം അധ്യായം 19-ാമത്തെ വാക്യം. നീയും 5 പട്ടണത്തിന് മേൽവിചാരകനായിരിക്കാം എന്ന് അവൻ അവനോട് കൽപ്പിച്ചു. മറ്റൊരുവൻ വന്ന്, കർത്താവേ, ഇതാ നിന്റെ റാത്തൽ, ഞാനത് ഒരു ഉറുമാലിൽ കെട്ടിവെച്ചിരുന്നു. നീ വെക്കാത്തത് എടുക്കുകയും വിതയ്ക്കാത്തത് കൊയ്യുകയും ചെയ്യുന്ന കഠിന മനുഷ്യനാകൊണ്ട് ഞാൻ നിന്നെ ഭയപ്പെട്ടു എന്ന് പറഞ്ഞു. അവനവനോട് ദുഷ്ടദാസനെ, നിന്റെ വായിൽ നിന്ന് തന്നെ ഞാൻ നിന്നെ ന്യായം വിധിക്കും. ഞാൻ വെക്കാത്തത് എടുക്കുകയും വിതയ്ക്കാത്തത് കൊയ്യുകയും ചെയ്യുന്ന കഠിന മനുഷ്യനെന്ന് നീ അറിഞ്ഞുവല്ലോ. ഞാൻ വന്ന് എൻ്റെ ദ്രവ്യം പലിശയോടുകൂടെ വാങ്ങിക്കൊള്ളേണ്ടതിന് അത് നാണ്യപീഠത്തിൽ ഏൽപ്പിക്കാഞ്ഞത്. വളരെ ശ്രദ്ധാപൂർവമായി നാം ചിന്തിക്കുന്ന ഒരു വേദഭാഗമാണ് ഇവിടെ വായിക്കപ്പെട്ടിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഇതിന്റെ മുഴുവൻ കാര്യങ്ങളും അറിയാവുന്നത് കൊണ്ടാണ് മുൻഭാഗങ്ങൾ വായിക്കാതെ ഒരു താലന്തുകാരനെ കുറിച്ചുള്ള ആ ഭാഗത്തിൽ മാത്രം നിൽക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ ഒരു താലന്തുകാരനാണ്. തെറ്റിദ്ധരിക്കാനൊക്കെ സാധ്യതയുണ്ട്. ഒരു താലന്തുകാരൻ വന്ന ഒരു അപകടം എന്റെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അത് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. മത്തായിയുടെ സുവിശേഷത്തില് അവർ പ്രാപ്തിക്ക് ഒത്തവണ്ണം 3 പേരെയും വിളിച്ചിട്ട് അവർക്ക് 3 താലന്തുകൾ കൊടുക്കുകയാണ്. 5 താലന്തും 2 താലന്തും 1 താലന്തും വീതം 3 പേരെ ഏൽപ്പിച്ചു. 3 പേരും 3 നിലയിൽ അത് വ്യാപാരം ചെയ്തു. 2 പേര് നേട്ടം കൈവരിക്കുമ്പോൾ ഒരുവൻ പരാജയപ്പെടുകയാണ്. അവന്റെ പരാജയത്തിന്റെ കാരണം വളരെ വ്യക്തമായി അവൻ പറഞ്ഞിട്ടുണ്ട്. അവൻ പറഞ്ഞ യജമാനൻ മടങ്ങി വന്നപ്പോൾ 5കാരൻ 10 നേടി യജമാനനെ പ്രസാദിപ്പിക്കുമ്പോൾ 2കാരൻ 2 കൂടെ നേടി 4 യജമാനനെ ഏൽപ്പിച്ച് സാധിപ്പിക്കുമ്പോൾ 1 താലന്തുകാരൻ വന്നിട്ട് പറയുകയാണ്, നീ വിതയ്ക്കാത്തിടത്തുനിന്ന് കൊയ്യുകയും വിതറാത്തിടത്തുനിന്ന് ചേർക്കുകയും ചെയ്യുന്ന ഒരു കഠിന മനുഷ്യനെന്ന് ഞാൻ അറിയുന്നു. ഞാൻ വിശ്വസിക്കുന്നത് പ്രിയപ്പെട്ടവരെ, ഈ 3 പേരിൽ ഏറ്റവും
സൂചിപ്പിക്കേണ്ടതായിട്ടുള്ള കാര്യം. നിങ്ങൾ ആ വേദഭാഗം വായിച്ചതാണ്. ഒരിക്കൽ കൂടെ ഒന്ന് അടിവരയിട്ടൊന്ന് വായിക്കാമോ? 21ഉം 22ഉം വാക്യം. നീ വെക്കാത്തത് എടുക്കുകയും വിതയ്ക്കാത്തത് കൊയ്യുകയും ചെയ്യുന്ന കഠിന മനുഷ്യനാകൊണ്ട് ഞാൻ നിന്നെ ഭയപ്പെട്ടു എന്ന് പറഞ്ഞു. അവൻ അവനോട്, ദുഷ്ടദാസനെ, നിന്റെ വായിൽ നിന്ന് തന്നെ ഞാൻ നിന്നെ ന്യായം വിധിക്കും. ഞാൻ വെക്കാത്തത് എടുക്കുകയും വിതയ്ക്കാത്തത് കൊയ്യുകയും ചെയ്യുന്ന കഠിന മനുഷ്യനെന്ന് നീ അറിഞ്ഞുവല്ലോ. ഈ ഒരു വാക്യത്തിൽ എന്തെങ്കിലും ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട്? നമ്മളെല്ലാവരും വളരെ ആത്മാർത്ഥമായി ഒന്ന് ചിന്തിക്കണം. ഈ വാക്യത്തിൽ ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഒരു വലിയ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. പക്ഷേ അതിനോട് സമീപിച്ച രീതിയായത് തെറ്റിപ്പോയി. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കണം. അവനവനോട് നീ വെക്കാത്തിടത്ത് നിന്ന് എടുക്കുകയും വിതയ്ക്കാത്തിടത്ത് നിന്ന് ഒഴിയുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ എന്ന് അവൻ പറഞ്ഞപ്പോൾ യജമാനൻ അവനോട് പറയുകയാണ്, നിന്റെ വായിൽ നിന്നും വന്ന ആ വാക്കുകൊണ്ട് തന്നെ ഞാൻ നിന്നെ ന്യായം വിധിക്കുവാൻ പോകുകയാണ്. അവന്റെ വായിൽ നിന്നും വീണ ഒരു വാക്കിന് മാറ്റം വന്നിരുന്നു എങ്കിൽ അവന്റെ ജീവിതത്തിന് തന്നെ നിലവാരം മാറിപ്പോയാൽ. ദൈവങ്ങളെ, അവൻ അറിയാമായിരുന്നു, അവന്റെ യജമാനെ കുറിച്ച് നന്നായിട്ട് അറിയാമായിരുന്നു. അവന്റെ യജമാന്റെ ശക്തിയെ കുറിച്ച് അവൻ അറിയാമായിരുന്നു. അവന്റെ യജമാന്റെ വലിപ്പത്തെ കുറിച്ച് അവൻ അറിയാമായിരുന്നു. അവന്റെ യജമാനന്റെ സാധ്യതയെ കുറിച്ച് അറിയാമായിരുന്നു. പക്ഷേ അവൻ ആ യജമാനൊരു കുറ്റം ആരോപിക്കുവാൻ വേണ്ടി അതിനെയെല്ലാം വളരെ നെഗറ്റീവാക്കി തിരിച്ചു കളഞ്ഞു. നമുക്ക് തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. കർത്താവിന്റെ വചനം ഇങ്ങനെയാണ് പറയുന്നത്, ഒരു ബലവാനും ബലഹീനനും തമ്മിലൊരു വിഷയമുണ്ടായാൽ ബലഹീനന് വേണ്ടി നിലകൊള്ളുന്നവനാണ് ദൈവം. അങ്ങനെയെങ്കിൽ ഈ ഒരു താലന്തുകാരൻ ബലഹീനനാണ് എന്ന നിലയിൽ ആണ് ഒരു താലന്ത് കൊടുത്തത് എങ്കിൽ അവരോടൊപ്പം നിൽക്കുവാൻ കർത്താവ് തയ്യാറായിരുന്നു, യജമാനൻ തയ്യാറായിരുന്നു. 5 താലന്തുകാരന്റെ പ്രാപ്തിയും 2 താലന്തുകാരന്റെ പ്രാപ്തിയും അവരുടെ ബലമുള്ള അവസ്ഥയിൽ അവർക്ക് വേണ്ടി തീർക്കാതെ ഒരു താലന്തുകാരനോടുകൂടെ നിന്ന് അവനെ പ്രയോജനമുള്ളതാക്കി തീർക്കുവാൻ യജമാനന് താല്പര്യമുണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം, അവന്റെ ജീവിതത്തിൽ അവൻ യജമാനെ കുറിച്ച് പറഞ്ഞ ഒരു ആരോപണമായിരുന്നു. നമുക്കെല്ലാവർക്കും പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ ഈ മനുഷ്യൻ പറയുകയാണ്, വിതയ്ക്കാത്തിടത്തുനിന്ന് കൊയ്യുവാൻ കഴിയുന്ന, വിതറാത്തിടത്ത് ചേർക്കുവാൻ കഴിയുന്ന ഒരു കഠിന മനുഷ്യൻ എന്ന് പറഞ്ഞെടുത്ത് ആ കഠിന മനുഷ്യൻ എന്നുള്ള പദം മാറ്റിയിട്ട് മറ്റൊരു പദം നിങ്ങൾക്ക് ചേർക്കാമെങ്കിൽ സാധ്യത മാറുകയാണ്. വിതയ്ക്കാത്തിടത്തുനിന്ന് കൊയ്യുവാൻ കഴിയുന്ന, വിതറാത്തിടത്തുനിന്ന് ചേർക്കുവാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവം എന്റെ കൂടെ ഉണ്ട് എന്ന് അവർ പറഞ്ഞിരുന്നെങ്കിൽ അവന്റെ ജീവിതത്തിന് നിലവാരം മാറിയാനായി. നമ്മളെല്ലാം പലപ്പോഴും പറയുന്നത്, അയ്യോ അവർക്ക് അതുണ്ട് ഇവർക്ക് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് അതൊന്നും തരാത്ത, എന്നെ മാത്രം മറന്നു കളഞ്ഞ ഒരു ദൈവം എന്ന് പറഞ്ഞ് കുറ്റം ആരോപിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ദൈവങ്ങളെ, ശൂന്യതയിലും സകലത്തെയും വിളിച്ചു വരുത്തുവാൻ കഴിയുന്ന കർത്താവ് ഇതുവരെയും നമ്മോട് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇനിയും നമ്മുടെ കൂടെ ഉണ്ട് എന്ന് വിശ്വസിക്കുവാൻ നമുക്ക് എന്തുകൊണ്ട് പ്രയാസം? അവിടെ സംഭവിച്ച 2 ഭീകരമായ 2 അപകടങ്ങൾ കൂടെ ഞാൻ പറഞ്ഞുതരാം. ഈ ദാസൻ ചെയ്തത്, അവൻ ഒരു ഭാഗത്ത് മത്തായിയുടെ സുവിശേഷത്തിൽ അവൻ അത് മണ്ണിൽ മറച്ചിട്ടു എന്ന് പറയുമ്പോൾ, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവനത് റൂമാലിൽ കെട്ടി മറച്ചു വെച്ചു എന്നാണ്. 21ാമത്തെ വാക്യത്തിൽ അവന് റൂമാലിൽ അത് കെട്ടി അവൻ മറച്ചു വെച്ചിരിക്കുകയാണ്. എന്തിനാണ് റൂമാല്? റൂമാല് വിയർക്കുന്ന വിയർപ്പ് തുടയ്ക്കുവാൻ വേണ്ടിയുള്ളതാണ്. അവന് അധ്വാനിക്കുവാൻ മനസ്സില്ലായിരുന്നു, അവന് വിയർക്കുവാൻ മനസ്സില്ലായിരുന്നു. ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവർ, ദൈവം എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ല, ദൈവം എന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തുന്നില്ല, ദൈവം എന്നെ അനുഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് സ്വയം കുറ്റം ആരോപിച്ചുകൊണ്ട് മാറിയിരിക്കുമ്പോൾ, എന്റെ നിങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകുവാൻ, മുഴങ്കാലം നിൽക്കുവാൻ, ഈ വചനത്തിൽ അധ്വാനിക്കുവാൻ, പ്രാർത്ഥനയിൽ അധ്വാനിക്കുവാൻ, ദൈവത്തെ
ഞാനൊരു ബലഹീനനായിരിക്കും. എന്റെ സകല ബലഹീനതയും മനസ്സിലാക്കി എനിക്ക് തുടർന്നുവെക്കുവാൻ തയ്യാറാകുന്ന ആ കർത്താവിനെ ഒരു കുറ്റം ആരോപിക്കുവാനല്ല, അവനെ എന്റെ പക്ഷത്ത് നിർത്തിക്കൊണ്ട്, ഞാൻ അവന്റെ പക്ഷത്ത് നിർത്തിക്കൊണ്ട് അവന് വേണ്ടി നിലകൊള്ളുവാൻ തയ്യാറായ ആ സ്വർഗത്തിലെ വലിയവനായ ദൈവം എനിക്ക് വേണ്ടി വന്നുകഴിയുകയും ചെയ്യും. ആ ഒരു താലന്തുകാരൻ ആ വിശ്വാസത്താൽ ഇറങ്ങി പുറപ്പെട്ടിട്ട് എന്റെ യജമാനൻ വിതയ്ക്കാത്തടത്തുനിന്ന് കൊയ്യുവാൻ കഴിയുന്ന, വിതറാത്തടത്ത് ചേർക്കുവാൻ കഴിയുന്ന മഹാകരുണയുള്ള, കരുണാസമ്പന്നനായിരിക്കുന്ന, സർവശക്തനായിരിക്കുന്ന ഒരു യജമാനൻ എനിക്കുള്ളത് കൊണ്ട് ഈ ഒരു താലന്ത് നഷ്ടപ്പെട്ടാലും അവൻ എന്നെ വഴക്ക് പറയാതെ 100 താലന്ത് തരുവാൻ കഴിവുള്ളവനാണ് എന്റെ യജമാനൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യാപാരം ചെയ്തിരുന്നെങ്കിൽ അവന്റെ നഷ്ടത്തെ പോലും കർത്താവ് നന്മയായി കണക്കിട്ടവൻ അനുഗ്രഹിക്കുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്റെ ചിന്തകളൊന്ന് മാറ്റിയാൽ മതി, നമ്മുടെ ജീവിതത്തിന്റെ നിലവാരത്തിൽ മാറ്റം വരുത്തിയാൽ മതി, നമ്മുടെ മനോഭാവത്തിൽ മാറ്റം വരുത്തിയാൽ മതി. ഈ ദിവസങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവന്ന് ചെയ്തിട്ട്, ആരെങ്കിലും എന്തെങ്കിലും കിട്ടിയിട്ട്, ആരെങ്കിലും എവിടെ നിന്നെങ്കിലും ഏതെങ്കിലും മേഖലകളിലൂടെയുള്ള ഒരു വിശാലതയ്ക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി, കൃപയ്ക്ക് വേണ്ടി, കൃപാവരത്തിന് വേണ്ടി, വിടുതൽ വേണ്ടി ആഗ്രഹിക്കുവാനല്ല. അതിനപ്പുറമായി ഈ ദിവസങ്ങളിൽ നമുക്ക് കർത്താവിൽ നിന്ന് പ്രാപിച്ചെടുക്കുവാൻ കഴിയണം. ന്റെ ഭാഷയിൽ പറഞ്ഞാൽ എനിക്ക് പ്രമാണികളുമായി വലിയ മുഖപരിചയമൊന്നുമില്ല. ഞാൻ ലോകപരമായിട്ടല്ല പറഞ്ഞത്. എനിക്ക് പത്രോസുമായിട്ട് പോലും 15 ദിവസത്തെ മുഖപരിചയമേ ഉള്ളൂ. പക്ഷേ ഞാൻ പ്രാപിച്ചത് മുഴുവൻ കർത്താവിൽ നിന്നായിരുന്നു. ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ, കർത്താവിൽ നിന്ന് പ്രാപിക്കുവാൻ പലരും തയ്യാറാകാത്തത് കൊണ്ട് പലതിന്റെയും പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവിന്റെ സന്നിധി മുഴങ്ങാൻ ഇരിക്കുവാൻ കഴിയാത്തത് കൊണ്ട്, കർത്താവിന്റെ സന്നിധിയിൽ ആ കണ്ണുനീർ പൊഴിക്കുവാൻ തയ്യാറാകാത്തത് കൊണ്ട്, നമ്മുടെ കണ്ണുനീരും വിയർപ്പും തുടയ്ക്കേണ്ടതായ റൂമാനിൽ അവ നൽകപ്പെട്ടിരിക്കുന്ന വിലപ്പെട്ടതെല്ലാം കെട്ടി കുഴിച്ചിട്ടിട്ട് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഇന്നു മുതൽ എഴുന്നേൽക്കുവാൻ എത്ര പേർ തയ്യാറാകും? അവരെ വിടുവിക്കുവാനും അനുഗ്രഹിക്കുവാനും ഉയർത്തുവാനും സ്വർഗ്ഗത്തിലെ ദൈവം തയ്യാറാണ്. അപ്പോൾ ഈ ഒരു താലന്തുകാരൻ പറഞ്ഞതിന്റെ നിലയ്ക്കൊരു മാറ്റം വരുത്തിയാൽ മതി, അവന്റെ മനോഭാവത്തിന് മാറ്റം വരുത്തിയാൽ മതി. ഞാൻ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ സുവിശേഷം പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നരകത്തെ കുറിച്ചാണ്. നരകമല്ല വിഷയം, നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സൗഭാഗ്യത്തെ കുറിച്ചാണ് പറയുന്നത്. ഒരു സ്വർഗത്തെ കുറിച്ച് വേണം പറയാൻ. സ്വർഗത്തെ കുറിച്ചല്ല നമ്മൾ പറയേണ്ടത്, ഒരു ദൈവത്തെ കുറിച്ചല്ല പറയേണ്ടത്. നമ്മുടെ എല്ലാ ധാരണയിൽ ദൈവമെന്ന് കോടാനുകോടി ദൂരെ ഇരിക്കുന്ന ആയിരമായിരം ലക്ഷക്കണക്കിന് കോടാനുകോടിക്കണക്കിന് ദൂതസജ്ജയുടെ മുമ്പിൽ ആരാധനായിരിക്കുന്ന അഗ്നിജാലികട്ട കണ്ണുള്ള, അതേ ആ ആർക്കും അടുത്തുകൂടാനാവാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ചുള്ള സങ്കല്പത്തെക്കാൾ ഉപരിയായി എന്റെ ഒരു സ്വന്തം പിതാവെന്ന് കണ്ടുകൊണ്ട്, എന്റെ ഒരു സ്വന്തം കൂട്ടുകാരെന്ന് കണ്ടുകൊണ്ട്, എന്റെ സ്വന്തം സഹോദരൻ കണ്ടുകൊണ്ട് എന്റെ ഏത് വിഷയം തുറന്നു പറയുവാനും എന്നോടൊപ്പം നിൽക്കുവാനും കഴിയുന്ന ഈ ലോകത്തെ മറ്റാരേക്കാളും ആശ്രയിക്കുവാനും, ഈ ലോകത്തെ മറ്റാരേക്കാളും അംഗീകരിക്കുവാനും, ഈ ലോകത്തെ മറ്റാരേക്കാൾ സ്നേഹിക്കുവാനും, ഈ ലോകത്തെ മറ്റാരേക്കാൾ വിശ്വസിക്കുവാനും കഴിയുന്ന ഒരാളെന്ന ദൈവം എന്ന നിലയിൽ നമുക്ക് ചിന്തിക്കുവാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ നിലവാരങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകട്ടെ. പലർക്കും ദൈവത്തെ ഭയമാണ്. ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന വിശാലതയാണ്, ദൈവത്തെ ഭയമില്ല. ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ട ദൈവമായിട്ട് മുഖപരിചയം നമുക്ക് ഉണ്ടാക്കണം. ദൈവത്തിന്റെ സ്വരം നമുക്ക് കേൾക്കുവാൻ കഴിയണം. ദൈവത്തെ നമുക്ക് അംഗീകരിക്കുവാൻ കഴിയണം. ദൈവത്തെ നമുക്ക് വിശ്വസിക്കുവാൻ കഴിയണം. ഓരോ ദിവസവും അവന്റെ കരത്തിന്റെ ചലനങ്ങൾ അനുഭവിച്ചറിയുവാൻ, അവന്റെ മാർവിന്റെ ചൂടറിയുവാൻ തക്കവണ്ണം എനിക്ക് നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ മാത്രമേ ക്രിസ്ത്യ ജീവിതം ധന്യപൂർണ്ണമാക്കിയിരിക്കുകയുള്ളൂ. താലന്തുകാരനെ പോലെ 2 താലന്തുകാരനെ പോലെ കിട്ടിയത് കൊണ്ട് പോകുന്നവരുണ്ട്. മൃഗത്തെ ചിന്തിച്ചൊരു കാര്യമാണ്. ഞങ്ങളുടെ ആത്മാർത്ഥമായ കാര്യം പറയുകയാണ് പ്രിയപ്പെട്ടവരെ. ആ മുടിയനായ മൃഗത്തെ കുറിച്ച് ചിന്തിച്ചാൽ അവൻ പറയുപോലെ ഒന്നാമത്തെ സാക്ഷ്യം വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമാണ്. അവന്റെ പിതാവിനെ കുറിച്ച് പറയുവാനുള്ള സാക്ഷ്യം വളരെ വലിയ സാക്ഷ്യമാണ്, വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമാണ്. അവൻ പറയും, എന്റെ അപ്പനെ പോലെ നല്ലൊരു അപ്പനില്ല, എന്റെ ദൈവത്തെ പോലെ നല്ല ദൈവമില്ല. ഞാൻ ചോദിച്ചതെല്ലാം എനിക്ക് തന്ന അപ്പൻ. വീട് ചോദിച്ചപ്പോൾ വീട് തന്നു, കാറ് ചോദിച്ചപ്പോൾ കാറ് തന്നു, അത് ജോലി ചോദിച്ചപ്പോൾ ജോലി തന്നു, അത് നന്മ ചോദിച്ചപ്പോൾ നന്മ തന്നു. അങ്ങനെ സകലവും എനിക്ക് കിട്ടി. പക്ഷെ നീ ഇപ്പോൾ എവിടെയാണ്? സകലവും സ്വരൂപിച്ചവൻ അപ്പന്റെ വീട് വിട്ടുപോയി. ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ, കിട്ടിയതിന്റെ കണക്കല്ല
കണക്ക് നിരത്തുവാനല്ല, ഞാൻ നിങ്ങൾ എവിടെയാണ് എന്നുള്ളതിനെ കുറിച്ച് അന്വേഷണമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ആരോഗ്യം കിട്ടിയത് ഹല്ലേലൂയ കൂടുതൽ പാപം ചെയ്യുവാനാണെങ്കിൽ എന്തിനാണ് ആരോഗ്യം? ആയുസ് ദൈവത്തെ നഷ്ടപ്പെടുവാനാണ്. ആയുസ്സെങ്കിൽ ഈ ആയുസ് കൊണ്ട് എന്ത് പ്രയോജനം പ്രിയപ്പെട്ടവരെ? ഈ ദിവസങ്ങൾ നമുക്ക് നഷ്ടപ്പെടുവാൻ പാടില്ലാത്തത് നിത്യതയാണ്. നമുക്ക് നഷ്ടപ്പെടുവാൻ പാടില്ലാത്തത് പിതാവാണ്. നമുക്ക് നഷ്ടപ്പെടുവാൻ പാടില്ലാത്തത് ആ പിതാവിനോടുള്ള സഖിത്വവും ആ സംരക്ഷണയും ആ ആശ്രയവും ആ ആനന്ദവുമാണ് നമുക്ക് നഷ്ടപ്പെടുവാൻ പാടില്ലാത്തത്. ഒന്നാമത്തെ ഒരു താലന്തുകാരൻ ആ താലന്ത് കൊണ്ട് അവന് മികച്ച ജീവിതം നയിക്കുവാൻ കഴിയുമായിരുന്നു എങ്കിൽ തന്നെയും 5 താലന്തുകാരനെയും 2 താലന്തുകാരനെ നോക്കി അവൻ പലതും പറഞ്ഞ് അവന് ആ യജമാനെ കുറിച്ചുള്ള കുറ്റം ആരോപിച്ചുകൊണ്ട് അവൻ ഇല്ലാത്തതായ കാര്യങ്ങൾ നിരൂപിച്ചുകൊണ്ട് ആ യജമാനെങ്കിൽ ഇത്ര കഠിനായ മനുഷ്യനായിട്ടും ഈ ബലഹീനനായിരിക്കുന്ന എനിക്ക് ഒരു താലന്തിൽ വ്യാപാരം ചെയ്യുവാൻ എന്നെ ഏൽപ്പിച്ചല്ലോ എന്ന് അവൻ അംഗീകരിക്കാതെ അത് മനസ്സിലാക്കാതെ അവൻ പഴി പറഞ്ഞുകൊണ്ട് മാറിയിരിക്കുമ്പോൾ ആ മനുഷ്യന് വേണമെങ്കിൽ ചിന്തിക്കാമായിരുന്നു, ഈ ഒരു താലന്ത് വാങ്ങുവാനുള്ള യോഗ്യത പോലും എനിക്കില്ലായിരുന്നു, ഈ താലന്തിന് പോലുള്ള ഒരു താലന്തിന് വേണ്ടിയുള്ള പ്രാപ്തി പോലും എനിക്കില്ലായിരുന്നു. പക്ഷേ യജമാനൻ തന്നെ വിശ്വസിച്ചേൽപ്പിച്ചിരിക്കുമ്പോൾ എനിക്കത് ചിലവഴിക്കപ്പെടുവാൻ അധ്വാനിക്കുവാൻ അതിനെ പിന്നെയും നേടുവാൻ തക്കവണ്ണം ഞാൻ മനസ്സൊരുക്കമുള്ളവനാണെന്നുള്ള തീരുമാനത്തിൽ ഇറങ്ങി പുറപ്പെട്ടിരുന്നെങ്കിൽ അവന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടുമായിരുന്നു. ഇവിടെ അവനുള്ള ന്യായവിധി അവൻ സ്വയം സമ്പാദിക്കുകയാണ്. ആരും ഒരു വിധി പറഞ്ഞില്ലല്ലേ? യജമാനൻ പറയുകയാണ്, നിന്റെ വായിൽ നിന്ന് നീ പറഞ്ഞിരിക്കുന്ന വാക്ക് വെച്ചാണ് ഞാൻ നിന്നെ ന്യായവിധിക്കുവാൻ പോകുന്നത്. നീ എന്നെ കുറിച്ച് അറിഞ്ഞായിരുന്നല്ലേ? നീ എന്നെ കുറിച്ച് നന്നായിട്ട് അറിഞ്ഞല്ലോ. ആ അറിവ് വെച്ച് ഞാൻ നിന്നെ ന്യായവിധിക്കാൻ പോവുകയാണ്. ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് അറിയാവുന്ന അറിവുകൾ നാളെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ന്യായവിധിക്ക് കാരണമായി തീരരുത്. ദൈവം ആരാണെന്ന്, ദൈവത്തിന്റെ സ്നേഹം എന്താണെന്ന്, ദൈവം എത്രത്തോളം വലിയവനാണെന്ന് നമുക്ക് അറിയാമായിട്ട് അതിനൊത്തവണ്ണം ജീവിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ ഈ അറിവ് നമ്മളെ അപകടത്തിലാക്കുകയാണ്. ഈ അറിവ് നമ്മെ രക്ഷിക്കുവാൻ കഴിയാതെ നമ്മെ വളരെ അപകടത്തിലേക്ക് ആക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഒരു താലന്തുകാരിയായ ഒരു സ്ത്രീയെ നിങ്ങൾ പരിചയപ്പെടുത്തി അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം അതിന്റെ സ്തോത്രം 25 മുതലുള്ള വാക്യങ്ങളാണ് പ്രതിപാദ്യ വിഷയമെങ്കിലും 30-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഉടനെ യേശു തങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്നുള്ളിൽ അറിഞ്ഞിട്ട് പുരുഷാരത്തിൽ തിരിഞ്ഞു എന്റെ വസ്ത്രം തൊട്ടത് ആരെന്ന് ചോദിച്ചു. ശിഷ്യന്മാർ അവനോട് പുരുഷാരത്തിനെ തിക്കുന്നത് കണ്ടിട്ട് എന്നെ തൊട്ടത് ആരെന്ന് ചോദിക്കുന്നുവോ എന്ന് പറഞ്ഞു. അവനോ അത് ചെയ്തവളെ കാണാൻ ചുറ്റും നോക്കി. 34-ാമത്തെ വാക്യം. അവൻ അവളോട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക എന്ന് പറഞ്ഞു. ശ്രദ്ധിച്ചോളാം പ്രിയപ്പെട്ടവരെ, നീണ്ട 12 വർഷമായി മഹാരോഗത്തിന്റെ പിടിയിൽ സമൂഹമെല്ലാം അകറ്റി നിർത്തിയിരിക്കുന്ന ഒരു പാവപ്പെട്ട സ്ത്രീ. ലൂക്കോസിന്റെ വൈദ്യനായിരിക്കുന്ന ലൂക്കോസിന്റെ ഭാഷയിൽ വൈദ്യന്മാരാൽ ഏറിയൊന്ന് സഹിച്ചവളാണ്. ആ സഹിച്ച് സകലതും പരാജയപ്പെട്ടിരിക്കുന്ന ആ സ്ത്രീ അവൾ ആ പുരുഷാരത്തിന്റെ നടുവിൽ യേശുവിന്റെ അടുക്കിലേക്ക് എത്തുവാൻ, യേശുവിന്റെ അടുക്കിലേക്ക് കൊണ്ടു ചെല്ലുവാൻ, യേശുവിന്റെ കൈവെപ്പിലൂടെ ഒരു വിടുതൽ പ്രാപിക്കുവാനുള്ള യാതൊരു സാധ്യതയും അവൾക്കില്ല. അവൾ ആരുടെയും മുമ്പിൽ പെടാതെ ആ കാലഘട്ടത്തിലെ നിയമങ്ങൾ അങ്ങനെ രക്തസ്രാവക്കാരിയ സ്ത്രീ സമൂഹത്തിൽ വന്നു കഴിഞ്ഞാൽ അവളെ ദൃഷ്ടി കൽപ്പിക്കപ്പെട്ടവളാകൊണ്ട് വരാൻ പാടില്ല, അവളെ ശിക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അവൾ വളരെ രഹസ്യമായി ആ പുരുഷാരത്തിന്റെ നടുവിൽ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങിൽ തൊട്ടു. അതുപോലെ വിശ്വാസത്തിന്റെ പല രീതികളും തിരുവണ്ടി കാണുന്നു. സമയമില്ലാത്തതിലേക്ക് ഞാൻ പോലെ ആഗ്രഹിക്കുന്നു. പ്രധാന ഭാവന അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവിനെ ശിക്ഷിക്കുന്നു. പ്രിയമുള്ളവരെ, ആ സ്ത്രീക്ക് യേശുവിനെ കുറിച്ചുള്ള അറിവുണ്ടായിരുന്നു. യേശു സൗഖ്യദായകനാണെന്ന് ആ അറിവ് എല്ലാവരും അവർ കേട്ടതായിരുന്നു. അവൾ അതുവരെ കണ്ടിരുന്നത് യേശു കരം തൊടുമ്പോൾ രോഗി സൗഖ്യമാകുന്നത്, യേശു കൽപ്പിക്കുമ്പോൾ രോഗി സൗഖ്യമാകുന്നത്
അവിടെയുള്ള ജനത്തിന്റെ അവിശ്വാസ നിമിത്തമായി ഒന്നും ചെയ്യാൻ കഴിയാതിരിക്കുന്ന 5 താലന്തുകാരായിരിക്കുന്ന പ്രമാണികൾ, 2 താലന്തുകാരായിരിക്കുന്ന പരീശന്മാർ, യഹൂദ മതത്തിന്റെ ആ ഊറ്റമുള്ള നാളുകൾ, ന്യായപ്രമാണവും സങ്കീർത്തനങ്ങളും പ്രവാചക പുസ്തകങ്ങളും കയ്യിലുള്ളവർക്ക് മനുഷ്യയെ ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ അവർ പുസ്തക താളുകളിലൂടെ ദൈവത്തെ അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു പാവപ്പെട്ട പെൺകുട്ടി കേവലം 1 താലന്തുള്ളവൾ അവളുടെ പുരുഷാരത്തിന്റെ ഇടയിലൂടെ നുഴഞ്ഞിട്ട് രക്ഷകനായിരിക്കുന്ന യേശുവിനെ തൊട്ടിട്ട് യേശു പോലും അറിയാതെ യേശുവിന്റെ ഉള്ളിൽ നിന്നും ആ ശക്തി പ്രാപിച്ചെടുത്ത് വന്നപ്പോൾ അവൾക്ക് കഴിഞ്ഞു. യേശു പറയുകയാണ്, എന്നെ ആരും തൊട്ടിരിക്കുകയാണ്. ഇടംവലം തിക്കി തിരക്കുന്നതായ പുരുഷാരത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് യേശുവിന്റെ ശിഷ്യന്മാർ വേണമെങ്കിൽ ചോദിക്കാം, ഗുരു ഇത്ര വിഡിത്തം പറയരുത്, ആയിരക്കണക്കിന് ആളുകൾ എന്നെ തിക്കിത്തിരക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിന്നെ എത്ര പേരാണ് തൊട്ടുകൊണ്ടിരിക്കുന്നത്? പക്ഷേ അവരാരും തൊട്ടതുപോലെയുള്ള ഒരു സ്പർശനമല്ല, അവരാരും തൊട്ടതുപോലെയുള്ള ഒരു തൊഴിലല്ല, അവരാരും കണ്ടതുപോലെയുള്ള ഒരു കാഴ്ചയല്ല, അവരാരും ചിന്തിച്ചതുപോലെ ചിന്തയല്ല, അവരാരും ആഗ്രഹിച്ചതുപോലെ ആഗ്രഹത്തോടെയല്ല ഇവിടെയോട് കൊണ്ടുവന്നിട്ടുണ്ട്. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്നവരായിരുന്നു. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി നൽകിയ സത്യഭാവച്ച കൃപയുടെ വ്യാപാരം ചോദ്യം ചെയ്യാതെ നൽകിയ അത് പകർന്നു കൊടുക്കുവാൻ തയ്യാറായി നിൽക്കുന്ന കർത്താവ് അവൻ പറയുകയാണ്, ഞാനിപ്പോൾ ഒന്നറിയുന്നു, എന്നെ ആരും തൊട്ടിട്ടില്ല, എന്നെ തൊട്ട് ആയിരക്കണക്കിന് ആളുകളുണ്ട്, പക്ഷേ അവർ തൊട്ടതുപോലുള്ള സ്പർശനമല്ല. ഞാൻ അറിയാതെ തന്നെ എന്നിലെ ശക്തി ഒരു വ്യക്തിയിലേക്ക് പ്രവഹിക്കുന്നത് ഞാൻ അറിയാതെ കടമടയായി. ഇന്ന് പ്രിയപ്പെട്ടവരെ, ഇവിടെ കടന്നു വന്നിരിക്കുന്ന മറ്റാർക്കും മനസ്സിലാക്കുവാൻ കഴിയാത്ത ഒരു ശക്തിയുടെ വ്യാപാരം ഇന്ന് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ, നിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുവാൻ, നിന്റെ കുടുംബത്തിലേക്ക് കടന്നു വരുവാൻ, നിന്റെ സ്ഥിതിയിലേക്ക് കടന്നു വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. വിശ്വാസത്തോടെ തൊടുവാൻ കഴിയുമോ? അതേതെങ്കിലും ഒരു പ്രാർത്ഥിക്കുന്ന വരവ് വേണമെന്നില്ല, അതേതെങ്കിലും ഒരു പ്രവാചകന്റെ ശബ്ദം വേണമെന്നില്ല, അതേതെങ്കിലും ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെ സാന്നിധ്യം ഉണ്ടാകണമെന്നില്ല. യേശുവുണ്ട്. നമ്മുടെ അർത്ഥങ്ങളിലൂടെ, നമ്മുടെ വിശ്വാസത്തിന്റെ കാര്യങ്ങളിലൂടെ ഇന്ന് യേശുവിനെ തൊട്ട് അവരിൽ നിന്ന് പ്രാപിച്ചേക്കണം മടങ്ങി പോകാം. ആറാമത്തെ വാക്യം, അവിശ്വാസ നിമിത്തമായി യേശുവിന് അവിടെ ഒന്നും ചെയ്യുവാൻ കഴിയാതെ ആശ്ചര്യപ്പെട്ടവർ പോകുമ്പോൾ 6-ാമത്തെ അധ്യായത്തിലെ അവസാനത്തെ വാക്യം ഒന്ന് ആത്മാർത്ഥമായി വായിച്ചാണ്. 6-ാമത്തെ അധ്യായത്തിലെ അവസാനത്തെ വാക്യം, ഊരുകളിലോ പട്ടണങ്ങളിലോ കുടിലുകളിലോ അവൻ ചെന്നോടത്തൊക്കെയും അവർ ചന്തകളിൽ രോഗികളെ കൊണ്ടുവന്നു വെച്ചു അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങല്ലെങ്കിലും തൊടേണ്ടതിന് അപേക്ഷിക്കുകയും അവനെ തൊട്ടവർക്കൊക്കെയും സൗഖ്യം വരികയും ചെയ്തു. ഈ വാക്യം നിങ്ങൾ ആത്മാർത്ഥമായി ശ്രദ്ധിച്ചേ. 5-ാമത്തെ അധ്യായത്തിൽ ഒരു പാവപ്പെട്ട സ്ത്രീ തൊട്ട നിമിത്തമായി 6-ാമത്തെ അധ്യായത്തിൽ ഒരു പുതിയ മിനിസ്ട്രി ആരംഭിച്ചു. ഒരു പാവപ്പെട്ട സ്ത്രീ ഒരു പുതിയ ശുശ്രൂഷ ആരംഭിച്ചു. അതുവരെ യേശു ചെയ്ത ശുശ്രൂഷ വളരെ വ്യത്യസ്തമായി, അതുവരെ യേശുവിൽ സംഭവിക്കാത്തതായ ഒരു പുതിയ ശുശ്രൂഷയ്ക്ക് തുടക്കം കുറിക്കുവാൻ ആ പാവപ്പെട്ട സ്ത്രീയുടെ ചെറിയ വിശ്വാസ നിമിത്തമായി. ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ, എനിക്ക് പ്രാർത്ഥിക്കുവാൻ അല്ലെങ്കിൽ എനിക്ക് പ്രവചിക്കുവാൻ, എനിക്ക് പ്രസംഗിക്കുവാൻ ഉള്ള കഴിവില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറിയിരിക്കുവാനല്ല, ദൈവത്തെ വിശ്വസിക്കുവാൻ നിങ്ങൾക്ക് കഴിയും, എനിക്ക് കഴിയും. അതിന് ഭാഷയുടെ അറിവ് വേണമെന്നില്ല, അതിന് ഹീബ്രു ബൈബിളിന്റെ സഹായം വേണമെന്നില്ല, അത് വെളിപ്പാട് പുസ്തകത്തിന്റെ വ്യാഖ്യാനത്തിന് ഫലം ആവശ്യമില്ല, അത് അന്യഭാഷയുടെ നീളം ആവശ്യമില്ല. മറിച്ച് നിനക്ക് ഹൃദയം തുറന്ന് യേശുവിനെ വിശ്വസിക്കുവാൻ കഴിയുമോ? നമ്മൾ പലപ്പോഴും പറഞ്ഞത്, ഞാൻ പറഞ്ഞാൽ ആരും വിശ്വസിക്കും, ഞാൻ പ്രാർത്ഥിച്ചാൽ എങ്ങനെ കേൾക്കും, ഞാൻ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് എന്ത് സംഭവിക്കും,
ഇതുപോലെ വിശ്വസിക്കുവാൻ കഴിയുമോ? വിതയ്ക്കാത്തതെന്ന് കൊയ്യുവാൻ കഴിയുമെന്ന് വിശ്വസിക്കാൻ കഴിയുമോ? വിതറാത്തത് ചേർക്കുവാൻ കഴിയുമെന്ന് വിശ്വസിക്കാൻ കഴിയുമോ? ഈ രാജ്യത്ത് ഹല്ലേലൂയ നമ്മെ കൊണ്ട് ചിലതിനെ കൊയ്തു കൂട്ടുവാൻ കഴിയും. ഹല്ലേലൂയ നാം ഒന്നും വിതച്ചിട്ടില്ല. ഹല്ലേലൂയ ഈ വിതയ്ക്കാത്തതെന്ന് കൊയ്തു തരുവാൻ യജമാനൻ നമുക്കുണ്ട്. നാം ഇവിടെ ആരും ചേർക്കുവാൻ നമുക്ക് കഴിയുകയില്ല. ഇവിടെ നിന്ന് ചേർക്കുവാൻ കഴിയുന്ന യജമാനൻ നമ്മുടെ കൂടെ ഉണ്ട്. അവന്റെ ശക്തി നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ആ കഠിന മനുഷ്യനെ മാറ്റിയിട്ട് വിശ്വസ്തനായ ഒരു പിതാവ്, എനിക്ക് കരുതുന്ന പിതാവ്, എനിക്ക് ഇവിടെ പ്രവർത്തിക്കുന്ന പിതാവ്, എന്നോട് കൂടെയുള്ള പിതാവ്, എന്നെ അനുഗ്രഹിക്കുന്ന പിതാവ്, എന്നെ അറിയുന്ന പിതാവ്, എന്നെ അംഗീകരിക്കുന്ന പിതാവ്, എനിക്ക് വേണ്ടി നിലകൊള്ളുന്ന പിതാവ്. യേശുവിന്റെ നാമത്തിൽ പ്രിയ ദൈവമക്കളെ, ഈ ദിവസം യേശു വാഴാണ്. നിങ്ങൾ എന്നിലൂടെ അനേക യേശുവിനെ നാം അറിഞ്ഞതുപോലെയുള്ള അറിവല്ല. ഈ ദിവസങ്ങളിൽ ഒരു പടി കൂടെ കടന്നറിയാം, ഒരു പടി കൂടെ കടന്ന് വിശ്വസിക്കാം, ഒരു പടി കൂടെ മുമ്പോട്ട് കടന്നിട്ട് വിശ്വാസത്തെ അവരെ തൊട്ടിട്ട് പറയണം, കർത്താവേ എനിക്ക് ഈ ശക്തി പോരാ, ഈ അറിവ് പോരാ, ഈ പ്രാർത്ഥന പോരാ, ഇനി എനിക്ക് ആവശ്യമാണ് നിന്നെ പറഞ്ഞു തരിക. ദൈവത്തിനൊന്നും ചെയ്യുവാൻ കഴിയാതെ ആശ്ചര്യപ്പെട്ട് പിന്മാറുമ്പോൾ 6-ാം അധ്യായം അവസാനിക്കുന്നത് പുരുഷാരത്തിക്ക് കൂടുകയാണ്. ഒരു വലിയ പുരുഷാരത്തിക്ക് കൂടുകയാണ്. ഊരുകളിലെ പട്ടണങ്ങളിൽ ജനം കൂടുകയാണ്. ഒരു വാർത്ത അറിഞ്ഞു, ഒരു പാവപ്പെട്ട സ്ത്രീ ആ പുരുഷാരത്തിന്റെ നടുവിലേക്ക് കയറി വന്നിട്ട് യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങിൽ തൊട്ട് സൗഖ്യം പ്രാപിച്ച ആ വാർത്ത സകലരും പറഞ്ഞു. അവൾ മറിഞ്ഞിരിക്കുന്നില്ല എന്ന് കണ്ട് പുരുഷാരത്തിന്റെ മുമ്പിലൂടെ സാക്ഷ്യത്തോടെ പ്രസ്താവിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു, ഇനി യേശുവിന്റെ കരം എനിക്ക് വേണ്ട, ആ വസ്ത്രത്തിന്റെ തൊങ്ങിലെങ്കിലും മതി. ഇനി പത്രോസിന്റെ, യോഹന്നാന്റെ, യാക്കോബിന്റെ അനുവാദം എനിക്ക് വേണ്ട. സൗഖ്യത്തിന് മറിച്ച് ഞാൻ ഒന്ന് കടന്നു ചെന്ന് അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങിൽ
ഒരു താലന്തുകാരായിട്ട് ഞാൻ നിൽക്കുന്നു. നമുക്കൊരു റൂമാൽ നമുക്കുണ്ട്. നമ്മുടെ കണ്ണുനീർ തുടയ്ക്കുവാണ് റൂമാൽ, നമ്മുടെ വിയർപ്പ് തുടയ്ക്കുവാണ് റൂമാൽ, നമുക്ക് മുഴങ്ങാതെ നടക്കുവാനുള്ള അവസ്ഥകൾ, കണ്ണുനീർ തൂവാനുള്ള സമയങ്ങൾ, അധ്വാനിക്കാനുള്ള സമയങ്ങൾ, വിശ്വസിക്കുവാനുള്ള സമയങ്ങൾ നമ്മൾ പാഴാക്കി കളയാതെ. ഇന്ന് വരെ തയ്യാറാകുന്നു കൃഷ്ണ, ഇന്ന് വരെ തയ്യാറാകുന്നു പരാതികൾ അവസാനിപ്പിക്കുവാൻ. ഇതുവരെ പലതിനെ കുറിച്ച് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളിലേക്കുണ്ട്. പലതിനെയും ചൂണ്ടി പരാതി പറയുന്നവർ ഇതിനകത്തുണ്ട്. എന്നെ കേൾക്കുന്നത് വാസ്തവമായ ദൈവത്തിന്റെ ആത്മാവിനോട് പറയുകയാണ്, ഇന്ന് നിന്റെ പരാതി അവസാനിപ്പിച്ചിട്ട് നിന്റെ റൂമാലൊന്ന് കയ്യിലെടുത്ത് ആ റൂമാലെ കെട്ടിവെച്ചിരിക്കുന്ന താങ്കളെ പുറത്തെടുത്തിട്ട് നീ ഹല്ലേലൂയ ഉടങ്ങാതെ വീടുകൾക്ക് ആ റൂമാലോട് നിന്റെ കണ്ണുനീർ തുടയ്ക്ക്, നിന്റെ വിയർപ്പിനെ തുടയ്ക്ക്. നിനക്ക് ഹല്ലേലൂയ നിന്റെ പ്രാപ്തിക്ക് അതീതമായി പ്രവർത്തിക്കുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം നിന്നോട് ഇതുവരെ പ്രാപിച്ചെടുക്കുവാൻ കഴിയാത്തത്, ഇതുവരെ നേടുവാൻ കഴിയാത്തത്, ഇതുവരെ ലഭിക്കാത്തത്, ഇതുവരെ അനുഭവിക്കാത്തത്, ഇതുവരെ കൈവരാത്തത്, ഇതുവരെ കാണാത്തത്, ഇതുവരെ അറിയാത്തത് പകർന്നു തരുവാൻ യേശു മതിയായവനാണ്. യേശു മതിയായവനാണ്. യേശു മതിയായവനാണ്. അവൻ നിങ്ങളെയും കണ്ടിട്ടുണ്ട്, അവൻ നിങ്ങളെയും കണ്ടിട്ടുണ്ട്, അവൻ നമ്മെ കണ്ടിട്ടുണ്ട്. നമ്മെ ഓരോരുത്തരെയും കണ്ടതുകൊണ്ട് മാത്രമാണ് അവൻ ചിലർക്ക് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. ബലഹീനതയിൽ കൊണ്ടുവരുന്ന പരിശുദ്ധാത്മാവിന്റെ ദിവ്യ സാന്നിധ്യം കർത്താവ് ബുദ്ധന്മാരെയല്ല, ബിരുദന്മാരെയല്ല കർത്താവ് നോക്കുന്നത്, വിശ്വസ്തന്മാരെയാണ്. വിശ്വസ്തന്മാരെ നല്ലവരും വിശ്വസ്തന്മായ ആശ്രയമുള്ള വ്യക്തികൾ അവന്റെ മുമ്പിൽ അരകെട്ടിക്കൊണ്ട് അവന് വേണ്ടി ക്രൈസ്തവരോട് അധ്വാനിക്കുവാൻ തയ്യാറാകുന്നവരെ നോക്കി യേശു വിളിക്കുന്ന പേരാണ് നല്ലവരും വിശ്വസ്തമായ ആശ്രയം. അവിടെ ഇവിടെ നോക്കി അതുമിത് പറഞ്ഞ് നമ്മുടെ താലന്തുകളെ പാഴാക്കി കളയാതെ നമ്മുടെ വായിൽ നിന്നും വീഴുന്ന നമ്മുടെ വാക്കുകൾ ഒരു ന്യായവിധിക്ക് കാരണമാക്കിയാതെ ഈ ദിവസങ്ങൾ നമുക്ക് എഴുന്നേൽക്കാം, നമുക്ക് മുമ്പോട്ട് പോകാം. പുരുഷാരത്തിന് നടുവിൽ യേശുവുണ്ട്, അവിടെ നമുക്കുള്ള വിടുതലുമുണ്ട്. ആ വസ്ത്രത്തിന്റെ തൊങ്ങല് തൊട്ടാൽ എനിക്കൊരു സൗഖ്യമെന്നാണ് ആ സ്ത്രീ വിചാരിച്ചിരുന്നെങ്കിൽ അവിടെ തൊങ്ങല് തൊട്ട സൗഖ്യം അവർക്ക് മാത്രമല്ല, ഒരു സമൂഹത്തിന് മാത്രം, ഒരു സമൂഹത്തിലേക്ക്, അത് ആയിരങ്ങളിലേക്ക്, അത് ആയിരക്കണക്കിന് ആളുകളിലേക്ക് ഒരു വിടുതലിന്റെ ശുശ്രൂഷയ്ക്ക് നിമിത്തമാക്കുന്നത് പോലെ നമ്മുടെ യേശുവിനെ കടന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരു പുതിയ ബലമേറ്റെടുത്തുകൊണ്ട് ഒരു പുതിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി നാം എഴുന്നേൽക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ വിതയ്ക്കാത്തടത്തു നിന്ന് കൊയ്യുവാൻ കഴിയുന്ന, വിതറാത്തടത്ത് നിന്ന് ചേർക്കുവാൻ കഴിയുന്ന കർത്താവ് നമ്മോട് കൂടിയിരുന്ന് നമ്മുടെ പ്രവൃത്തിയെ സമാപ്തിയിലെത്തിക്കുവാൻ അല്പം കൊണ്ടുവല്ല, അധികം കൊണ്ടുവല്ല, നമുക്ക് പ്രവർത്തിക്കുവാൻ കഴിയുന്ന ആ വലിയവനായ ദൈവത്തെ നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം. ഒരു പുതിയ കൃപയ്ക്കായി, ഒരു പുതിയ അഭിഷേകത്തിനായി, ഒരു പുതിയ വിശ്വാസത്തിനായി, ഒരു പുതിയ തീരുമാനത്തിനായി നമുക്ക് നിലനിൽക്കാം. സകല പരാതികൾ നമുക്ക് പുറകിലെറിഞ്ഞുകൊണ്ട് നല്ലവനും വിശ്വസ്തനുമായ ദാസരയിലുള്ള ആ വിളിക്ക് ഈ ചെറിയ വിശ്വാസം, ഈ ചെറിയ പ്രാർത്ഥന, ഈ ചെറിയ പ്രസംഗം ഒരു നിമിത്തമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ വിരമിക്കുന്നു. അവസരം നൽകിയ ദേവദാസനും സഭയും നന്ദി പറയുന്നു. നിങ്ങളെ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു.